പശ്ചിമേഷ്യൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയം ശ്രീലങ്കൻ തീരത്ത് വെച്ച് ഇറാന്റെ യുദ്ധക്കപ്പലായ ഐറിസ് സേനയെ അമേരിക്കയുടെ അതിവേഗ ആക്രമണ അന്തർവാഹിനി ഇടിച്ച് തകർത്ത് മുക്കിക്കളഞ്ഞത് വലിയ വാർത്തയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ഒരു രാജ്യം നടത്തുന്ന ഏറ്റവും ക്രൂരവും നീചവുമായ കടലാക്രമണമാണിതെന്ന് പറയാതെ വയ്യ. ഈ ആക്രമണത്തെ നിശബ്ദ മരണമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് വിശേഷിപ്പിച്ചപ്പോൾ അത് അമേരിക്കയുടെ മനസാക്ഷിയില്ലാത്ത ക്രൂരതയുടെ അടയാളമായാണ് ലോകം കണ്ടത്. 130ഓളം നിരപരാധികൾ ഉണ്ടായിരുന്ന കപ്പലിൽ നിന്നും 87 ഇറാനിയൻ നാവികരുടെ മൃതദേഹങ്ങളാണ് ഇതിനോടകം തന്നെ കണ്ടെടുത്തത്. എന്നാൽ ബാക്കി 32 പേരെ രക്ഷപ്പെടുത്തിയെങ്കിലും അവരെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കരുതെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ ധാർഷ്ട്യം നിറഞ്ഞ ആവശ്യം പുറത്തു വരുമ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതും പറയാതെ വയ്യ. അമേരിക്കയും ഇസ്രയേലും മാത്രം ഉത്തരവാദികളായ ഈ അനാവശ്യ യുദ്ധം ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പടർന്നിരിക്കുകയാണ്. മുങ്ങിയ കപ്പലിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ആ 32 പേരെയും മറ്റൊരു ഇറാനിയൻ കപ്പലായ ഐറിസ് ബുഷേഹറിലെ 208 ജീവനക്കാരെയും ഇറാന് കൈമാറരുതെന്ന് ശ്രീലങ്കൻ സർക്കാരിന് മേൽ അമേരിക്ക കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുവെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. യുദ്ധ തടവുകാരെ സ്വന്തം പ്രചരണത്തിനായി ഇറാൻ ഉപയോഗിക്കുമെന്ന മുടന്തൻ ന്യായമാണ് ഇതിനായി ട്രംപ് പറയുന്നത്. ലോക മഹായുദ്ധകാലത്തെക്കാളും മോശമായാണ് അമേരിക്ക ഇപ്പോൾ പെരുമാറുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. മുങ്ങി മരിക്കുന്നവരെയും രക്ഷപ്പെട്ടവരെയും രാഷ്ട്രീയ കരുക്കളാക്കുന്ന ഈ രീതി അമേരിക്കയുടെ അധപതനത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ഒന്നാണ്. ശ്രീലങ്കൻ തീരത്ത് ഈ ക്രൂരത കാട്ടിയത് അമേരിക്കയുടെ USS മിനസോട്ട എന്ന വിർജീനിയ ക്ലാസ് അന്തർവാഹിനിയാണെന്ന് സൈനിക നിരീക്ഷകർ വിലയിരുത്തുന്നു. പെർത്തിനടുത്ത് കറങ്ങി നടന്നിരുന്ന ഈ അന്തർവാഹിനി നിശബ്ദമായി വന്ന് ഇറാന്റെ കപ്പലിനെ ഇടിച്ച് തകർക്കുകയായിരുന്നു. എന്നാൽ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോലും ഭീരുവായ അമേരിക്ക ഇതുവരെ തയ്യാറായിട്ടില്ല. അതേസമയം കുടുങ്ങിക്കിടക്കുന്ന നാവികരെ സഹായിക്കാനുള്ള മാനുഷിക ഉത്തരവാദിത്തം മുൻനിർത്തി ശ്രീലങ്ക ആ നാവികരെ കൊളംബോക്കടുത്തുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ ശ്രീലങ്ക പതറുമോ അതോ മാനുഷിക മൂല്യങ്ങൾക്ക് വില നൽകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ലോകരാജ്യങ്ങളെ പാവകളാക്കി മാറ്റാമെന്നും തങ്ങൾ പറയുന്നിടത്ത് എല്ലാവരും ഒപ്പിടുമെന്നും ട്രംപ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തെറ്റി. ഇത് ആ പഴയ കാലമല്ല. ആയുധങ്ങൾ വിറ്റ് ലോക നേതാവ് ചമയാമെന്ന അമേരിക്കയുടെ കുറുക്കൻ ബുദ്ധിക്ക് ലോകം ഇന്ന് മറുപടി നൽകി തുടങ്ങിയിട്ടുണ്ട്. സ്വന്തം രാജ്യത്ത് പോലും ട്രംപിന്റെ ഈ യുദ്ധക്കൊതിക്കെതിരെ പ്രതിഷേധം ഇരമ്പുകയാണ്. ഈ കളി അമേരിക്കയ്ക്ക് തന്നെ വലിയ നഷ്ടമുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. സമുദ്രങ്ങളിൽ നിശബ്ദമായി കൊലപാതകങ്ങൾ നടത്തുന്ന ഈ രീതി തുടർന്നാൽ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം അമേരിക്കയെ ചവിട്ടിപ്പുറത്താക്കുന്ന കാലം വിദൂരമല്ല. അമേരിക്കയുടെ ഈ സാമ്രാജ്യത്വ മോഹങ്ങൾക്ക് തെക്കോട്ടെടുക്കാൻ സമയമായി എന്ന സന്ദേശമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്നും ഉയരുന്നത്. ഇറാൻ ഒരിക്കലും ഈ ക്രൂരത മറക്കില്ല. ഖമേനിയുടെ രക്തസാക്ഷിത്വം പോലെ കടലിൽ പൊലിഞ്ഞ ഈ 87 ജീവനുകൾക്കും ഇറാൻ പലിശ സഹിതം തിരിച്ചടി നൽകുമെന്ന് ഉറപ്പാണ്. ട്രംപും നെതന്യാഹുവും ചേർന്നുണ്ടാക്കിയ ഈ യുദ്ധം അമേരിക്കൻ മേധാവിത്വത്തിന്റെ അന്ത്യത്തിനാകും സാക്ഷ്യം വഹിക്കുക. സമാധാനത്തിന്റെ പേരിൽ മനുഷ്യരെ കൊന്നൊടുക്കുന്ന ട്രംപിന്റെ തന്ത്രങ്ങൾ ആധുനിക ലോകത്തിന് വെറുപ്പാണ് സമ്മാനിക്കുന്നത്. ഇറാൻ കത്തുമ്പോൾ അതിന്റെ കരി പുരളുന്നത് വൈറ്റ് ഹൌസിന്റെ ചുമരുകളിലുമായിരിക്കും. ചതിയിലൂടെയും കുതികാൽ വെട്ടിലൂടെയും നേടിയെടുക്കുന്ന വിജയങ്ങൾക്ക് ആയുസ്സുണ്ടാവില്ലെന്ന് ചരിത്രം അമേരിക്കയെ പഠിപ്പിക്കും. അമേരിക്ക നടത്തിയ ഈ പൈശാചിക വേട്ട ലോകം കണ്ട ഏറ്റവും മോശം യുദ്ധതന്ത്രങ്ങളിൽ ഒന്നാണ്. രക്ഷപ്പെട്ട നാവികരെ പോലും തടങ്കലിൽ വെക്കാൻ ശ്രീലങ്കയെ പ്രേരിപ്പിക്കുന്ന ട്രംപിന്റെ നീക്കം അമേരിക്കയുടെ ഭീരുത്വമാണ് കാണിക്കുന്നത്. ഈ യുദ്ധം അമേരിക്കയെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തുമെന്ന് ഉറപ്പാണ്. മാനുഷിക മൂല്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് മുന്നേറുന്ന ഈ സാമ്രാജ്യത്വ നയത്തിന് അന്ത്യം കുറിക്കാൻ ലോകരാജ്യങ്ങൾ ഒന്നിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അമേരിക്കൻ പിശാചുക്കൾ കടലിൽ വിതയ്ക്കുന്ന ഈ കനലുകൾ വരും ദിവസങ്ങളിൽ വലിയൊരു പ്രത്യാഘാതത്തിന് തന്നെ വഴിയൊരുക്കിയേക്കും. ചതിയിലൂടെ നേടിയെടുക്കുന്ന ഓരോ ഇഞ്ചും അമേരിക്കയുടെ തകർച്ചയുടെ ആഴം കൂട്ടുകയേ ഉള്ളൂ എന്നതിൽ തർക്കമില്ല. എന്ത് തന്നെയായാലും ലോകത്ത് സമാധാനം പുലരട്ടെ. പക്ഷേ ഈ ക്രൂരതകൾക്ക് വിചാരണയുണ്ടാകുമെന്നത് ഉറപ്പാണ്.